ഹായ്, നമുക്കിപ്പോൾ ഈ കാണുന്ന ഈ ഒരു 4 ഐറ്റം ഇതിലൊരു ഇടയിലൊരു 3 ഏലക്കായ വെച്ചിട്ടുണ്ട്. കാണാനില്ല എന്ന് തോന്നുന്നത് 3 ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു അലുവ തയ്യാറാക്കി എടുക്കാം. കോൺഫ്ലവറാണ് കേട്ടോ ഇതിലത്തെ മെയിൻ താരം. ആ പൊടി ഇരിക്കുന്നത് കോൺഫ്ലവറാണ്. അപ്പോൾ ഞാൻ ആ അരമുറി തേങ്ങ ചെരുകി അതിനകത്തേക്ക് തന്നെ നമ്മുടെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യിലേക്ക് ശരിക്കും പറഞ്ഞാൽ നട്ട്സ്, കാഷ്യൂ നട്ട്സാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഒരു ഭംഗിക്ക് കിസ്മിസും കൂടി നല്ലതാണ്, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ രണ്ടും ഇരിക്കണില്ല. അപ്പോൾ ഒരു 4 ബദാമാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ കുനുകുന അരിഞ്ഞ് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര കുനുകുന ആയി കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി. അപ്പം നമുക്ക് വേഗം മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് എടുക്കട്ടെ കേട്ടോ. മിക്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. മിക്സ് ആദ്യം ഞാൻ ഒഴിച്ചത് പാല് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, നമ്മുടെ കോക്കനട്ട് മിൽക്ക് മാത്രം. അതൊന്ന് തിളക്കട്ടെ. ഒന്ന് തിള വന്നാൽ അപ്പം തന്നെ നമുക്ക് നമ്മളുടെ കോൺഫ്ലവർ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ അഡീഷണലി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഷുഗറാണ്. ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മിക്സും കൂടി ഒന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു. കാരണം കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല, പെട്ടെന്ന് സംഭവം സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ കണ്ട ഇങ്ങനെ ആയി തുടങ്ങി. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ചട്ടി എന്നാണ് പറയണത്, പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരിവാകുമ്പോൾ ശരിക്കും പാകമാവും. അതിപ്പോൾ ആവും അത്. അപ്പോൾ നമുക്കത് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നത് 2.5 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതും കൂടി ഒന്ന് അയച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് സെറ്റാക്കാം. ശരിക്കും പറഞ്ഞാലേ ഞാൻ ആദ്യം പറയാമെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏലക്കായയുടെ പൊടി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അതിൻ്റെ ഫ്ലേവർ നന്നായി നിൽക്കും. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ 3 ഏലക്കായ അതിനോടൊപ്പം അടിച്ചെടുത്തത്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഏലക്കായയുടെ ആ ഒരു രുചിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ടൈമിലൊക്കെ ആ പൗഡർ വിതറി കൊടുക്കുക തന്നെയാണ് നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പല സാധനങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെന്നല്ലേ. വേറെ ഒന്നല്ല കേട്ടോ, എന്നെ കാണാനായിട്ട് 2 കുഞ്ഞു മക്കൾ വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീട്ടിനകത്തൊന്നും ഇരിക്കണില്ല, ആകെ ഇരിക്കണ 4 മിഠായി മാത്രമാണ്. അപ്പോൾ ആ മിഠായി മാത്രം ഇങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം, കുട്ടികൾ കഷ്ടപ്പെട്ട് എന്നെ കാണാൻ വേണ്ടി വരുന്നില്ല വെച്ചിട്ട് ഞാൻ വേഗം ഉണ്ടാക്കിയതാണ്. അത് കാരണം ഇത്രയും ദാരിദ്ര്യമായി പോയത് കേട്ടോ. അപ്പോൾ ഞാനതാക്കി ഈ ചോറുമാത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. ചോറുമാത്തിൽ ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആക്കി കൊടുത്തിരിക്കണം. ഞാൻ പെട്ടെന്ന് ആയി കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഷ്ടപ്പെടാനൊന്നും നിന്നില്ല. പിന്നെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വെച്ചിട്ട് ഞാൻ വേഗം ഫോണൊന്ന് കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ് ഈ ഒരു ടൈമിൽ കഴിക്കണം. നല്ല ടേസ്റ്റ്, പൊള്ളിയാണ് ചൂട്ടോടെ കഴിക്കുന്നത്. ശരിക്കും ഇത് ചൂട്ടോടെ കഴിച്ച് നമ്മൾ അറിയാതെ ഇങ്ങനെ വർത്താനൊക്കെ പറയുമ്പോൾ കഴിച്ചു പോകും. പക്ഷേ ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാരണം കൊണ്ട് ഇതേ മാറ്റി അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് പ്ലേറ്റിലേക്ക് ഞാൻ അങ്ങനെ കമ്തിയിട്ട് വെച്ച സൈഡിലേക്ക് ആയി പോയി, കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. അരിഞ്ഞൊക്കെ വന്നപ്പോൾ സെറ്റാണ്, കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു, കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു, കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു.